ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ഹെൽത്തി റീഫ്രഷിംഗ് ജ്യൂസ് ആയാലോ? ഒരു സ്പെഷ്യൽ നാരങ്ങാ വെള്ളം. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയെടുത്തത്, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, കുറച്ച് പുതിനയില, കുറച്ച് ചിയാ സീഡ്സ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറുനാരങ്ങ, കുറച്ച് പോമിഗ്രാനൈറ്റ് ഉറുമാമ്പഴം കൂടി ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണ്. ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അത്യാവശ്യം വലിയ നാരങ്ങയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ചെറുതാണെങ്കിൽ 2 എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി. വളരെ ഹെൽത്തിയാണ്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തണുത്ത വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ പഞ്ചസാരയൊക്കെ അലിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 4-5 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. അതേപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. ഇതൊന്ന് നമുക്ക് അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ലൈം കോക്കനട്ട് റിഫ്രഷിംഗ് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചിയാ സീഡ്സ് ഇട്ട് കൊടുക്കാം. ചിയാ സീഡ്സും അതുപോലെ തന്നെ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഏത് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴും ചിയാ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോമിഗ്രാനൈറ്റ് ഉറുമാമ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.